ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് അറിവുകൾ ഷെയർ ചെയ്യാനാണ്. വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. നമ്മളെല്ലാവരും വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സൗന്ദര്യവർദ്ധനവിനൊക്കെ വളരെയധികം എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻ ആണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതാണ് ഇതിന്. അപ്പോൾ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും നമ്മൾ വൈറ്റമിൻ ഇ ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് മാത്രമേ അത് ഉള്ളിലോട്ട് കഴിക്കാവൂ, അല്ലെങ്കിൽ ഒരുപാട് സൈഡ് ഇഫക്ട്സ് അതുകൊണ്ടുണ്ടാവും. പക്ഷേ നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്നതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരുപാട് ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ ഇ സാധാരണ പച്ച കളറിലും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലൊക്കെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ഇവിടെ ഏറ്റവും അധികം പച്ച കളറിലുള്ള ക്യാപ്സൂളുകളാണ് കാണുന്നത്. നമുക്ക് സാധാരണ കണ്ണിന് താഴെയൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് കളറുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ യൂസ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് അലോവേരയുടെ ജെല്ലെടുക്കുക. നമുക്ക് കണ്ണിന് ചുറ്റും എത്രയാണോ അപ്ലൈ ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള എമൗണ്ട് എടുക്കുക. വീട്ടിൽ അലോവേര ഉള്ളവരാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. എന്നിട്ട് അതിലൊരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുക. ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ടൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ കണ്ടൻറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സിസർ വെച്ച് ജസ്റ്റ് ഒന്ന് തുമ്പ് കട്ട് ചെയ്ത് കൊടുത്താലും നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ആ ലിക്വിഡ് എടുക്കാൻ പറ്റും. നമ്മൾ കണ്ണിന് ചുറ്റും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഓവർനൈറ്റ് വെക്കുക. അതായത് രാത്രി കിടക്കുന്നതിന് കുറച്ച് മുമ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്കത് കഴുകി കളയാം. ഇങ്ങനെ കുറച്ച് നാൾ അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത വളയങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് മാറുന്നത് കാണാൻ പറ്റും. ഈ ഒരു സെയിം മിക്സ് തന്നെ നമുക്ക് ഫേസിലും അപ്ലൈ ചെയ്യാം. ആൻറ്റി ഏജിങ്ങിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതായത് മുഖത്ത് ചുളിവുകളൊക്കെ വീഴുക, പ്രായക്കൂടുതൽ തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മിക്സ്. 1 ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെല്ലും വൈറ്റമിൻ ഇ 400 mgയുടെ ഉള്ളിലുള്ള ആ ഒരു ലിക്വിഡും കൂടി മിക്സ് ചെയ്താൽ മതി. അത് നമുക്ക് നന്നായിട്ട് ഫേസിൽ മസാജ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ വെച്ചിട്ട് അത് വാഷ് ചെയ്ത് കളയാം. അതല്ലാന്നുണ്ടെങ്കിൽ കഴിയുകയാണെങ്കിൽ ഓവർനൈറ്റ് വെച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല, കൂടുതൽ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറ്റാർവാഴയുടെ ജെല്ലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലിൻ്റെ കൂടെ ഇതുപോലത്തെ വൈറ്റമിൻ ഇ 400 mgയുടെ ഒരു ടാബ്ലറ്റും കൂടി മിക്സ് ചെയ്ത് ചേർത്തിട്ടും നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതും ഇതിൻ്റെ ഒരു നല്ല സൊല്യൂഷൻ തന്നെയാണ്. അതും അല്ലെങ്കിൽ റോസ് വാട്ടറും ഇതുപോലെ 1 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ ഇവിയോൺ 400ൻ്റെ ഒരു ക്യാപ്സ്യൂളിൻ്റെ കണ്ടൻറ്റും കൂടി എടുത്തിട്ട് അതും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ബദാം ഓയിൽ 2 ടേബിൾ സ്പൂണും പിന്നെ ഇതുപോലത്തെ ഒരു ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിലത്തെ കണ്ടൻറ്റും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുണ്ടിനൊക്കെ ഉണ്ടാകുന്ന വരൾച്ച, വിള്ളൽ, അതുപോലെ തന്നെ കറുത്ത കളർ, ഇതിനൊക്കെ നല്ലൊരു പരിഹാരമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള്. ഇതുപോലെ എടുത്തിട്ട് നമുക്കത് ചുണ്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്താലും നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ഇത് എടുത്തിട്ടും നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നഖങ്ങളുടെ കട്ടി കുറവിനുള്ള ഒരു പരിഹാരമാണ് ഇത്. അതായത് നഖങ്ങൾ പൊട്ടിപ്പോകുന്ന പ്രശ്നം ചിലർക്ക് ഉണ്ടാവും, കേട് വരിക, അങ്ങനെയൊക്കെ വരാതിരിക്കാൻ നഖങ്ങൾ നല്ല സ്ട്രോങ് ആവാനായിട്ട് എന്നും കുറച്ച് എടുത്തിട്ട് നഖങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രാത്രി അങ്ങനെ ചെയ്തിട്ട് രാവിലെ കഴുകി കളയാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനാണ്. നമ്മൾ മുടിയിൽ ഏത് ഓയിലാണോ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ് അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലിന് 400 mgയുടെ ക്യാപ്സ്യൂള് പൊട്ടിച്ചിട്ട് അതിൻ്റെ കണ്ടൻറ്റ് മിക്സ് ചെയ്തിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് സമയം വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. മുടിയുടെ വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വൈറ്റമിൻ ഇ. ഇതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലിലേക്ക് ഒരു വൈറ്റമിൻ ഇ 400 mgയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് മുടി കൊഴിച്ചിൽ പോകാനായിട്ട് വളരെയധികം നല്ലതാണ്. നമ്മുടെ കൈകളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക. അതിലോട്ടൊരു 3-4 ക്യാപ്സ്യൂളിൻ്റെ കണ്ടൻറ്റ് ഒഴിക്കുക. എന്നിട്ട് അതിൽ കൈകൾ കുറച്ചൊരു 20 മിനിറ്റോളം ഇങ്ങനെ മുക്കി വെച്ചിട്ട് പിന്നെ കൈകൾ എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും.
അതുപോലെ തന്നെ നമുക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടും നമ്മുടെ ഫേസിലും കണ്ണിൻ്റെ താഴെയൊക്കെ തേച്ച് കൊടുക്കുന്നത് നല്ല നിറം വയ്ക്കാനൊക്കെ വളരെ നല്ലതാണ്. ഒരു പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടൊരു സോപ്പിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നല്ലൊരു സ്കിൻ വൈറ്റനിങ് സോപ്പിൻ്റെ റെസിപ്പിയാണത്. അതുപോലെ തന്നെ നമ്മൾ ഏത് സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ കണ്ടൻറ്റ് ടെസ്റ്റ് ചെയ്താലും നമുക്ക് നോക്കിയാൽ അതിൻ്റെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും വൈറ്റമിൻ ഇ എന്നുള്ളത്. അതായത് സ്കിന്നിൻ്റെ കളറ് പാടുകളൊക്കെ മാറാൻ അതുപോലെ കളർ വെക്കാനൊക്കെ വൈറ്റമിൻ ഇ വളരെ നല്ലതായതുകൊണ്ടാണ് അതിലൊക്കെ കണ്ടൻ്റായിട്ട് വൈറ്റമിൻ ഇ വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വൈറ്റമിൻ ഇ കൊണ്ട് എന്തൊക്കെ സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ്. അതായത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത വളയങ്ങൾ മാറുക, മുഖത്ത് ചുളിവുകൾ മാറുക, പ്രായക്കൂടൽ പരിഹരിക്കുക, അതുപോലെ തന്നെ പാടുകളൊക്കെ മാറുക, നല്ല മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ചുണ്ടിനുണ്ടാകുന്ന വരൾച്ച, പൊട്ടൽ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാം, കൈകൾ എങ്ങനെ സോഫ്റ്റാക്കി വെക്കാം, മുടിയുടെ ആരോഗ്യത്തിന് എങ്ങനെ വൈറ്റമിൻ ഇ യൂസ് ചെയ്യാം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നത് ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടതാണ്. നമ്മുടെ ബോഡിയിൽ വൈറ്റമിൻ ഇയുടെ കുറവുണ്ടോ എന്ന് ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി കൺഫേം ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഉള്ളിലോട്ട് കഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് സൈഡ് ഇഫക്ട്സ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്